അസ്സലാമു അലൈക്കും. പള്ളികളെല്ലാം നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ മുഴുവനും പൊതു ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണം. പറഞ്ഞുകൊണ്ട് വരുന്നത് പള്ളികളിലെ ബാത്റൂമിനെ സംബന്ധിച്ചാണ്. ഈ അടുത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടു, പള്ളിയിലെ ബാത്റൂമൊക്കെ എന്തിനങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്, പള്ളിയല്ലേ, അത് പൊതുവായൊരു സ്ഥാപനമല്ലേ, അപ്പോൾ എല്ലാവരും പള്ളിയിൽ കാര്യം നിസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പള്ളിയിലെ ബാത്റൂം എന്താ തുറന്നിട്ട് കഴിഞ്ഞാൽ യാത്രക്കാരായ ആളുകൾ ഏത് സമയത്തും ബാത്റൂമിൽ ആവശ്യം വരും, അപ്പോൾ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പൂട്ടിയിട്ടാണ് ഇരിക്കുന്നത്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ, പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. നല്ല കാര്യം തന്നെയാണ്, പള്ളിയുടെ ബാത്റൂം എപ്പോഴും തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകൾ, യാത്രക്കാരായ ഒരുപാട് ആളുകൾ വരും, അവർക്ക് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് അർജൻറ്റായിട്ട് ഒക്കെ വരുന്നവരായിരിക്കും, അപ്പോൾ അവർക്ക് ആ സമയത്ത് ബാത്റൂം ഉപയോഗിക്കാൻ കഴിയും, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പള്ളികൾ ബാത്റൂമുകൾ പൂട്ടിയിട്ട നിലയിൽ കാണാൻ കഴിയുന്നത്? നമ്മുടെ അവസ്ഥ കൊണ്ട് തന്നെയാണ്. നമ്മൾ തന്നെയാണ് അത് പൂട്ടിയിടേണ്ട ഗതിയിലേക്ക് ആക്കിയിട്ടുള്ളത്. പണ്ട് കാലങ്ങളിലൊന്നും, ഏകദേശം ഒരു 10-15 വർഷം മുമ്പൊന്നും ഇതുപോലെ പള്ളികളിൽ ബാത്റൂമൊന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈയിടെയായിട്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത്, ഒരാൾ ഇതുപോലെയുള്ള ഒരു പള്ളിയിലെ ബാത്റൂമിൽ കയറിയിട്ട് രണ്ടാമത്തെ ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ശരിയായ രൂപത്തിൽ കഴുകാതെ വൃത്തിയാക്കാതെ വെള്ളം പാരാതെ അവരവരുടെ കാര്യം കഴിഞ്ഞ ശേഷം അവർ എഴുന്നേറ്റ് പോകും. പലപ്പോഴും പിന്നെ വരുന്ന ഒരാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ശരിയായ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ പള്ളികൾ ബാത്റൂം പൂട്ടിയിടേണ്ടി വരുന്നത്. ഇത് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ പള്ളിയിൽ ആളില്ലേ എന്നാണ് പിന്നെ ഒരു ചോദ്യം വരുന്നത്. ആളുകളൊക്കെ ഉണ്ട് പള്ളിയിൽ, ചില പള്ളികളിൽ അതിന് സെപ്പറേറ്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ വെക്കാറുണ്ട്. പക്ഷേ അവരൊക്കെ ഈ രൂപത്തിൽ ഒരു 10 ആളുകൾ ഒരു ദിവസം ബാത്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിവസവും ബാത്റൂം കഴുകേണ്ടി വരും. എന്നാലേ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും പോകുള്ളൂ. ചിലപ്പോൾ ചില ആളുകൾ ആ ധരിച്ച ചെരുപ്പ് കൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് കിടക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ ബാത്റൂമിൻ്റെ അകം മുഴുവനും ചെളി കൊണ്ട് നിറയും. ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ആ ഭാഗമൊന്നും അവർ ക്ലീൻ ആക്കില്ല, അവരതുപോലെ തന്നെ ആ ചെരുപ്പ് കൊണ്ട് അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. ഈ രൂപത്തിൽ ആ ബാത്റൂം മുഴുവൻ അഴുക്കാകണം, പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും. ഈ രൂപത്തിൽ ഇതിങ്ങനെ എല്ലാ ദിവസവും ബാത്റൂം ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് നല്ലൊരു സംഖ്യ കൊടുത്ത് ഒരാളെ തന്നെ അതിന് വെക്കേണ്ടി വരും. ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തുമ്പോൾ ബാത്റൂമും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ദിവസം കൂടുമ്പോഴാണ് കഴുകുന്നതെങ്കിൽ ഈ രൂപത്തിൽ ബാത്റൂം മുഴുവനും തുറന്നിട്ട് ആളുകളുടെ ആവശ്യം കൊണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ ദിവസവും കഴുകേണ്ടി വരും. അപ്പോൾ ഈ 3 ദിവസം കഴുകുന്നതിന് കൊടുക്കേണ്ട കൂലി ആകൂല, ദിവസവും ക്ലീൻ ആക്കുന്നതിന് കൊടുക്കേണ്ട കൂലി കൂടുതൽ കൊടുക്കേണ്ടി വരും. എവിടെ നിന്നാണ് ഇതിനൊക്കെ പള്ളിക്ക് വരുമാനം? ഈ പറയുന്ന ആളുകൾ പള്ളിയുടെ ബാത്റൂമൊക്കെ തുറന്നിടണം, ഏത് സമയത്ത് തുറന്നിടണം, പള്ളിയുടെ പള്ളി കമ്മിറ്റിക്കാർക്കും ഉസ്താദിനും മാത്രമുള്ളതല്ല എന്ന് പറയുന്ന ആളുകൾ വരുമോ ഇത് ക്ലീനാക്കാൻ? അല്ലെങ്കിൽ അവർ കുറഞ്ഞ ശമ്പളത്തിന് ഇത് ക്ലീനാക്കി തരുമോ? ഇല്ല. പ്രശ്നം വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല, പള്ളിയുടെ കമ്മിറ്റിക്കാരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു പള്ളിക്കും അതിന് ഒരു വരുമാനം ഉണ്ടാകും. ആ വരുമാനത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പള്ളി കമ്മിറ്റിക്കാർ ശ്രമിക്കുന്നത്. ഒരു പള്ളിയിൽ 10 ബാത്റൂം ഉണ്ടെങ്കിൽ 10 തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത് 10 ബാത്റൂം ഒരു ദിവസം ക്ലീനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമില്ല, നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഒരാളെ ശമ്പളത്തിന് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു തുക അയാൾക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ടൗൺ പള്ളികളാകുമ്പോൾ അല്ലെങ്കിൽ റോഡ് സൈഡുകളിലുള്ള പള്ളിയാകുമ്പോൾ. ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിലുള്ള പള്ളികളുടെ അവസ്ഥയല്ല പറഞ്ഞത്. ഈ ഏറ്റവും കൂടുതൽ ആവശ്യം ആർക്കാണ് വരുന്നത്? ടൗണുകളിലെ പള്ളികളിലേക്കാണ് യാത്രക്കാരും ഡ്രൈവർമാരായ ആളുകൾക്കൊക്കെ ബാത്റൂം ഉപയോഗിക്കേണ്ടി വരുന്നത്. ഈ രൂപത്തിൽ ഒരു 10-15 ആളുകൾ ഒരു ദിവസം ബാത്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ഈ രൂപത്തിലാണെങ്കിൽ ദിവസവും കഴുകേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനൊന്നും ആരും കണ്ടെത്തുന്നില്ല. ബാത്റൂം ഉപയോഗിക്കണം, അവർ ഉദ്ദേശിച്ച പോലെ ബാത്റൂം ഉപയോഗിക്കണം, വെള്ളം ഒഴിക്കാതെ ക്ലീൻ ആക്കാതെ അവരിട്ട ചെരുപ്പ് കൊണ്ട് തന്നെ അവർക്ക് ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള ചെരുപ്പ് ഉപയോഗിക്കാൻ അത് അലർജിയാണ്, അതുകൊണ്ട് ഒരുപാട് വൈറസ് പ്രശ്നങ്ങൾ വരും, അത് ഉപയോഗിക്കാൻ പാടില്ല, ഞങ്ങളിട്ട ചെരുപ്പ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബാത്റൂം ഉപയോഗിക്കണം. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മലയാളികളുടെ വൃത്തിയുടെ കാര്യം നമ്മളൊന്ന് നോക്കിയാൽ മതി. ഒരു ബാത്റൂമിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിച്ച് ചെരുപ്പിട്ട് കയറുന്ന ബാത്റൂമും അതുപോലെ തന്നെ അവിടെയുള്ള ചെരുപ്പിട്ടിട്ട് കയറുന്ന ബാത്റൂമും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി വൃത്തിയുടെ കാര്യത്തിൽ. അപ്പോൾ അത് ക്ലീൻ ആക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും ക്ലീൻ ആക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ അതിന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ പള്ളികളുടെ ബാത്റൂമൊക്കെ പൂട്ടിയിടേണ്ടി വരുന്നത്. ചില പള്ളികളൊക്കെ ആദ്യം തുറന്നിട്ട് കൊടുത്തിരുന്ന പല പള്ളികളും ഇപ്പോൾ പൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് പള്ളികളിലെ ബാത്റൂം മുഴുവൻ അവിടെ അടച്ചിടേണ്ടി വരുന്ന അവസ്ഥ. കാരണം ഒരു ദിവസം ക്ലീനാക്കി അന്നത്തെ ദിവസം തന്നെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകളൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വാസന കൂടുകയും ചെയ്യുക. പല ആളുകളും പല രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ചെല്ലുമ്പോൾ ബാത്റൂമിൻ്റെ വാസന കൂടും. അപ്പോൾ പിന്നെ അതിൻ്റെ കുറ്റം മുഴുവനും ഒന്നെങ്കിലോ പള്ളി ക്ലീനാക്കാം, ബാത്റൂം ക്ലീനിങ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉസ്താദിൻ്റെ തലയിലായിരിക്കും അതിൻ്റെ കുറ്റം കുറവും പറച്ചിലും വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ആൾക്കായിരിക്കും അതിൻ്റെ പ്രശ്നം വരിക. ഈ പള്ളി ക്ലീനിങ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴും പരാതിയായിരിക്കും. അതുകൊണ്ടാണ് പല ആളുകളും പള്ളിയുടെ ക്ലീനിങ് അത് ഏറ്റെടുക്കാൻ മടിക്കുന്നത്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും പിന്നെയും പരാതിയായിരിക്കും. ഇതൊക്കെ തന്നെയാണ് പള്ളികളിലെ ബാത്റൂം പൂട്ടിയിടാനുള്ള കാരണം. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.